നമസ്കാരം. ഇന്ത്യൻ ജനതയെ കരയിച്ച ഭീകരർക്ക് ചുട്ട മറുപടി നൽകി മോദി സർക്കാരിന്റെ ഭരണം അന്തിമഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ ഇടപെടലുകൾ ജനങ്ങൾ ഒരേ സ്വരത്തിൽ സ്തുതിക്കുകയാണ്. 40 സൈനികരുടെ ജീവൻ ഒറ്റ നിമിഷം കൊണ്ട് പാക് ഭീകര സംഘടന കവർന്നെടുത്തപ്പോൾ സമയം കളയാതെ വിദേശകാര്യമന്ത്രി സുഷമ തന്ത്രങ്ങൾ മെനഞ്ഞു തുടങ്ങി. പാകിസ്ഥാനെതിരെയുള്ള നീക്കത്തിന് ആദ്യം സുഷമ വീഴ്ത്തിയത് ഇറാനെയായിരുന്നു. പാകിസ്ഥാനെ ഞെട്ടിച്ച വൻ നയതന്ത്ര നീക്കമായിരുന്നു അത്. പുൽവാമ ആക്രമണത്തിന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ സുഷമ ടെഹ്റാനിൽ പറന്നിറങ്ങി. ശത്രുവിന്റെ ശത്രു മിത്രം എന്ന തന്ത്രമാണ് ഇന്ത്യ പുറത്തെടുത്തത്. അമേരിക്കയെ പോലും വെല്ലുവിളിക്കുന്ന രാജ്യമാണ് ഇറാൻ. അതിനാൽ തന്നെ പാകിസ്ഥാൻ ഒരു പ്രഹരം കൊടുക്കുമ്പോൾ അത് കശ്മീർ അതിർത്തിയിൽ നിന്ന് മാത്രം ആകില്ലെന്നും അതിനാൽ തന്നെ പാകിസ്ഥാൻ ഒരു പ്രഹരം കൊടുക്കുമ്പോൾ അത് കശ്മീർ അതിർത്തിയിൽ നിന്ന് മാത്രമാകില്ലെന്നും വേണ്ടി വന്നാൽ ഇറാൻ അതിർത്തിയിലൂടെയോ ഇന്ത്യയുടെ മറ്റൊരു സൗഹൃദ രാഷ്ട്രമായ അഫ്ഗാൻ അതിർത്തിയിലൂടെയോ ആകാമെന്ന സന്ദേശം ഇതിലൂടെ നൽകാനായി. ഇറാന് പുറമെ ഇന്ത്യൻ ജനതയുടെ കണ്ണിൽ നിന്ന് ഇറ്റുവീണ ഓരോ കണ്ണുനീർ തുള്ളിക്കും തിരിച്ചടി നൽകുന്നതിന് ലോകരാജ്യങ്ങളുടെയും പിന്തുണ ഇന്ത്യക്ക് ലഭിച്ചു. എന്നാൽ പാകിസ്ഥാനുമായി സൗഹൃദം സൂക്ഷിക്കുന്ന ചൈന അപ്പോഴും ഇന്ത്യയുമായി അകലം പാലിച്ചു. ജെയ്ഷെ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസറിനെ ആഗോള ഭീകരനായി പ്രഖ്യാപിക്കണമെന്ന ഐക്യരാഷ്ട്രസഭയിലെ ആവശ്യത്തിന് വിലങ്ങുതടിയായത് അന്ന് ചൈനയായിരുന്നു. ആ നിലപാടിൽ നിന്ന് ചൈന പൂർണ്ണമായി വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കി കിടിലൻ നയതന്ത്ര നീക്കം തന്നെ സുഷമ പുറത്തെടുത്തു. ചൈനയെയും റഷ്യയും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് തന്നെ നേരിട്ടെത്തി ആ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി ചർച്ച തുടങ്ങിക്കഴിഞ്ഞു. ഇതോടെ ഇന്ത്യക്കെതിരെ ചെറുവിരൽ അനക്കിയാൽ പാകിസ്ഥാൻ ഒറ്റപ്പെടുമെന്ന സ്ഥിതിയിലെത്തി കാര്യങ്ങൾ. പുൽവാമ ആക്രമണത്തിൽ നിന്ന് കുതിച്ചു പൊങ്ങിയതല്ല വിദേശകാര്യമന്ത്രി എന്ന നിലയിൽ സുഷമ സ്വരാജിന്റെ വൈദഗ്ധ്യം. ഏത് സമയത്തും സഹായം അഭ്യർത്ഥിക്കുന്നവർക്കും സുഷമ നേരിട്ട് സഹായം ഉറപ്പാക്കും. അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾക്ക് രാജ്യം ഇതിനോടകം തന്നെ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു. അബദ്ധത്തിൽ അതിർത്തി കടന്ന് പാകിസ്ഥാനിലെത്തിയ ഇന്ത്യൻ പെൺകുട്ടി ഗീതയെ പിറന്ന മണ്ണിലെത്തിച്ച സംഭവം ആർക്കും മറക്കാനാകില്ല. 14 വർഷത്തെ കാത്തിരിപ്പിനൊടുവിലാണ് സുഷമയുടെ ഇടപെടലിനെ തുടർന്ന് ഗീതയെ ഇന്ത്യയിലെത്തിച്ചത്. വിദേശ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ബന്ധത്തെക്കാൾ ഉപരി പ്രവാസികളായ ഇന്ത്യക്കാരുടെ ഏത് ആവശ്യത്തിനും നേരിട്ട് ആശ്രയിക്കാവുന്ന മന്ത്രി എന്നതാണ് സുഷമയുടെ മറ്റൊരു സവിശേഷത. കുൽഭൂഷൺ ജാദവ് പ്രശ്നത്തിലും ഇന്ത്യക്കാരിയായ ഉസ്മയെ പാകിസ്ഥാനിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരുന്ന കാര്യത്തിലും സർക്കാർ എടുത്ത നിലപാടുകൾ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന ഇന്ത്യക്കാർക്ക് ആത്മവിശ്വാസം പകർന്നു നൽകുന്നതാണ്. സമൂഹ മാധ്യമങ്ങൾ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജിന്റെ നേതൃത്വത്തിൽ ഇതുവരെ ഇല്ലാത്ത വലിയ ക്യാൻവാസിലേക്ക് നടത്തിയ ചുവടുമാറ്റം വൻ വിജയം കൈവരിച്ചതും പ്രവാസികൾക്ക് നേട്ടമായിരുന്നു. 2 വൃക്കകളും തകരാറിലായിട്ടും ശസ്ത്രക്രിയയുടെ തലേന്ന് വരെ ജോലി ചെയ്ത വിദേശകാര്യമന്ത്രി വൃക്ക മാറ്റിവെക്കലിന് ശേഷവും തന്റെ ദൗത്യങ്ങളിൽ നിന്ന് പിന്മാറിയില്ല. ദിനം പ്രതി 100 കണക്കിന് പരാതികൾക്കാണ് പരിഹാരം കാണുന്നത്. പ്രവാസികൾക്ക് നേരിട്ട് പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം കാണാമെന്ന അവസ്ഥ ഒരു കാലത്ത് വിദേശ ഇന്ത്യക്കാർക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത കാര്യമായിരുന്നു. വിദേശത്ത് എന്തെങ്കിലും പ്രതിസന്ധികൾ നേരിട്ടാൽ അതത് എംബസികൾക്ക് ട്വിറ്ററിൽ പരാതി നൽകി തന്നെ ടാഗ് ചെയ്യാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സുഷമ സ്വരാജ് നേരിട്ട് രംഗത്തെത്തിയത് പ്രവാസികൾക്ക് ആശ്വാസം പകർന്നിരുന്നു. ലിബിയയിൽ നിന്ന് മലയാളികളെ ഒഴിപ്പിക്കുന്ന വിഷയത്തിലും നേപ്പാളിലെ ഭൂകമ്പത്തിൽ കുടുങ്ങിയവരെ സഹായിക്കാനും ഇറാഖിൽ ബന്ദികളാക്കപ്പെട്ട 168 ഇന്ത്യക്കാരെ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ ഏകോപിപ്പിക്കാനും സുഷമ സ്വരാജിന് കഴിഞ്ഞു. ആരും തുണയില്ലാത്ത ഘട്ടത്തിലും തങ്ങളുടെ പ്രതിസന്ധികൾ ഭരണതലപ്പത്ത് എത്തിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം പ്രവാസികൾക്ക് പകർന്നു നൽകാൻ സുഷമയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് സാധിച്ചു. ജോധ്പൂർ സ്വദേശി നരേഷും കറാച്ചി സ്വദേശി പ്രിയ മച്ചാനിയും തമ്മിലുള്ള വിവാഹ സമയത്ത് പാകിസ്ഥാൻ കുടുംബത്തിന് വിസ ലഭിക്കാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയും സുഷമ ഇടപെട്ടു. നേരത്തെ സിറിയയിൽ കുടുങ്ങിയ മലയാളി നഴ്സുമാരെ നാട്ടിലെത്തിക്കുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ സുഷമ സ്വരാജിന്റെ ഭാഗത്തു നിന്നും നിർണായക ഇടപെടലുകളാണ് ഉണ്ടായത്. അന്നു മുതൽ മലയാളികളുടെയും പ്രിയങ്കരിയാണ് സുഷമ സ്വരാജ്.